കഴിഞ്ഞ ദിവസം പള്ളിയിൽ ഒരു ഉസ്താദ് ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത കാണാനിടയായി. ആത്മഹത്യ വളരെ കൊടും പാപമാണ്, നരകത്തിലേക്കുള്ള കവാടമാണ്, നരകത്തിലെ വിറകുകൊള്ളിയാണ്, വിശ്വാസമുള്ളവരാരും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്ലാം മതത്തിൽ ഒരുപാട് വിശ്വാസികളായ മനുഷ്യർ എല്ലാ പ്രതിസന്ധികളെയും തൻ്റെ വിശ്വാസം കൊണ്ടും അത് ചേർത്ത് വെക്കുന്ന ആത്മവിശ്വാസം കൊണ്ടും മറികടക്കുന്നത്. ആ ആത്മവിശ്വാസം കൊണ്ട് അവർ മറികടക്കുമ്പോഴും മനുഷ്യൻ്റെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളെത്തുമ്പോൾ ചിലപ്പോൾ സാമാന്യ നിയന്ത്രണം വിട്ടുപോകും. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പരിചയപ്പെടുത്തിയ കരുണാമയനും കരുണാനിധിയും അതുപോലെ തന്നെ എല്ലാം അറിയുന്നവനും പക്ഷാഭേദമില്ലാതെ പെരുമാറുന്നവനും പറഞ്ഞത് മാത്രം ചെയ്യുന്നവനും പറയാത്തതൊന്നും ചെയ്യാതിരിക്കുന്നവനുമായ ഒറ്റ ആളെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒറ്റ ശക്തി എന്ന് പറയുന്നത് അള്ളാഹു മാത്രമാണ്. ഇപ്പം ഞാൻ ആളെന്നെങ്ങാണം മാറി പറഞ്ഞു പോയാൽ കമൻറ്റിൻ്റെ അടിയിൽ ഒരുപാട് വിശ്വാസുകാർ പറയും അള്ളാഹ് ആളല്ല, അള്ളാഹ് ആളല്ല, അള്ളാഹ് ആളല്ല. നിങ്ങളൊക്കെ ആളാണോ? അത് സമ്മതിക്ക്. ഈ ആളായിട്ടുള്ള നിങ്ങളൊക്കെയും നിങ്ങളുടെ കൺമുന്നിൽ വരുന്ന മനുഷ്യർക്ക് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളോട്, നമ്മൾ കാണിക്കുന്ന കാര്യങ്ങളോട് എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിക്കുക. എവിടെങ്കിലും ഒരു ഹായോ ഹൂയോ ഖൂവോ തെറ്റിപ്പോയാൽ എല്ലാവരുടെ കൂ എന്നും പറഞ്ഞങ്ങ് രംഗത്ത് വരും. എന്നാൽ ഇതുപോലെ ഓരോ തുപ്പിയും താടിയും വെച്ച പാവങ്ങളായ മനുഷ്യർ, ഈ ഉസ്താദന്മാരിൽ രണ്ട് തരം ആളുകളുണ്ട്. ഒരു തരം ആളുകളുണ്ട്, എങ്ങനെയാണെന്നറിയാമോ? അവർ ഈ ഇസ്മിൻ്റെ പണിക്കാരും പ്ലേറ്റ് എഴുത്തുകാരും അല്ലെങ്കിൽ മറ്റു പല പണികളുള്ളവരും ഒക്കെ ആണെങ്കിൽ അവരെടുത്തോട്ടൊന്നും ആരും അടുക്കത്തില്ല. അവർ ചില 11 kV ലൈൻ പോലെയാണ് അവരെ കാണുന്നത്. അവരെന്തെല്ലാം ചെയ്താലും മിണ്ടത്തില്ല. ഉമ്മാടെയോ വാപ്പാടെയോ പേര് തിരക്കിയാൽ ഉറക്കവും നഷ്ടപ്പെടും. എന്താ കാര്യം? രാത്രി എങ്ങാണം പിഞ്ഞാണം എഴുതി അല്ലെങ്കിൽ തകിടെഴുതി കയറ്റിക്കഴിഞ്ഞാൽ വയറ് ബ്രും 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 എന്നിങ്ങനെ വീർത്ത് വീർത്ത് വന്ന് പൊട്ടിപ്പോയാലോ? അതുകൊണ്ട് അവരെടുത്ത് അടുക്കത്തില്ല. ഈ പള്ളിയിൽ വരുന്ന ഭരണസമിതിക്കാരായ മുഴുവൻ ആളുകളുടെ അഭ്യാസം നടക്കുന്നത് പാവപ്പെട്ട ഉസ്താദുമാരുടെ പുറത്താണ്. അവത്തങ്ങൾ അള്ളാഹയെ പേടിയുള്ളവരും സൂക്ഷിച്ച് ജീവിക്കുന്നവരും ഉള്ളതിലൊതുങ്ങി കഴിയുന്നവരും കാഴ്ചയിലൊരു പാവപ്പെട്ടവരായി തോന്നുകയൊക്കെ ചെയ്താൽ പിന്നെ അവരെടുത്ത് ഭരണം, ഓരോരുത്തരുടെയും ഭരണം, ഓരോ കമ്മിറ്റിക്കാരുടെയും ഭരണം, സബ് കമ്മിറ്റിക്കാരുടെ ഭരണം, ഇതെല്ലാം കൂടി ഈ ഭരിക്കുന്നതിനെല്ലാം കൂടി എത്ര രൂപയാണ് കൊടുക്കുന്നത്? ഓളേമുക്കാ കായ കൊടുക്കുന്നത്. ഈ ഭരിക്കുന്നവർക്ക് വല്ലതും വീട്ടിൽ വല്ല വിലയുണ്ടോ? നാട്ടിലാരെങ്കിലും ഭരിക്കാൻ ഒക്കുമോ? വീട്ടിൽ മിണ്ടാൻ പോലും ഒക്കത്തില്ല. മക്കളുടെ അടുത്തും ഭാര്യയെടുത്തും ഭാര്യ വീട്ടിലും ഒന്നും മിണ്ടാനൊക്കത്തില്ല. കാരണം എന്താ? അവിടെയൊക്കെ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ബഹീലത്തരവും കാണിച്ച്, ഒക്കുന്ന കുഴപ്പങ്ങൾ മൊത്തം കാണിച്ച് അവിടെ മൊത്തം ഭിത്തിക്ക് പറ്റിച്ചേക്കുക. അവിടെ അങ്ങ് പോയി മിണ്ടാനൊക്കത്തില്ല. ആരോഗ്യമുള്ള അളിയന്മാരുണ്ടെങ്കിൽ എടുത്തിട്ട് നല്ല അടി കൊടുക്കും. പിന്നെ ഈ ഭരിക്കുന്നത് മൊത്തം ആരെടുത്താ? ഇത്തരം ഉസ്താദന്മാരെടുത്താ. ഈ വിഭാഗത്തിൽ വരുന്ന ഉസ്താദന്മാരുടെ അവസ്ഥ എന്താ? മക്കൾ, കുടുംബം, രോഗികൾ, വൃദ്ധരായ മാതാപിതാക്കൾ, കഷ്ടപ്പാടുകാർ ഇവരെല്ലാം കാണും. ഇവർക്ക് ജീവിക്കാൻ വല്ല മാർഗമുണ്ടോ? ഈ കിട്ടുന്ന ഓളേമുക്കാ കാശ രാവിലെ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, അത് കഴിഞ്ഞ് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, ഇതാണ് അതിൻ്റെ സമയം. ഈ സമയത്ത് അവർ വന്ന് ജോലി ചെയ്തിട്ട് പോയാൽ കിട്ടുന്നത് ഇൻഷുറൻസ് ഹറാമാ. ഇൻഷുറൻസ് എടുക്കാൻ പറ്റില്ല. ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്നത് ഹറാമാ. അവരും പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്, അവരെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ആശുപത്രിയിൽ എവിടെയെങ്കിലും നല്ല ആശുപത്രി കടന്നു പോയാലോ ഈ കമ്മിറ്റിക്കാരും വല്ലതും കൊടുക്കുമോ? ഈ പള്ളിയിൽ നിന്ന് വല്ലവരും പിരിച്ചു കൊടുക്കുമോ? ഓരോ ജമാഅത്തിൻ്റെ കീഴിലും ഒരു ദിവസത്തെ ആ ജമാഅത്തിൻ്റെ കീഴിലുള്ള വണ്ടി ഓടിക്കുന്നവർ വാഹനത്തിൽ അടിക്കുന്ന ഇന്ധനത്തിൻ്റെ കാശ് ഒരു പള്ളിയുടെ സംഗതിക്ക് കൊടുത്താൽ പരശതം കോടി രൂപ വരും. ഞാൻ പറയുക, അങ്ങനെ കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? മക്കളെ പഠിപ്പിക്കുന്നതിനുണ്ട്, വലിയ കാറ് വാങ്ങിക്കുന്നതിനുണ്ട്, കുടുംബത്തോടെ പോകുന്നതിനുണ്ട്, പിന്നെ വല്ലതും കൊയ്യാൻ പറ്റുന്നവർക്ക് പിരിവ് കൊടുക്കാനുണ്ട്. ഇതിനെല്ലാം ഉണ്ട്. ആകെ ഇല്ലാത്ത എന്തിനാ? ഇതിന് മാത്രമാണ്. കല്യാണത്തിന് കൊടുക്കുന്ന സ്വർണത്തിൻ്റെ വില എൻ്റെ ഓർമ്മയിലൊക്കെ 15,000 ഒക്കെ ആയി കിടന്നത്. അവിടം വരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. 8,000 10,000 ഒക്കെ ഒരു പവന്, 6,000 ഒക്കെ ഓർമ്മയുണ്ട് എൻ്റെ. അതിപ്പോൾ എത്രയായി? 1,20,000 25,000 ആയി. പള്ളിയിൽ പിരിക്കുന്ന കാശുണ്ടല്ലോ, നിക്കാഹിന് കൊടുക്കുന്ന കാശ്, ഉത്താഹിന് കൊടുക്കാൻ 500 രൂപ, ഇല്ല പിടിച്ച് കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നതിന് 1000 രൂപ. എന്നിട്ട് ഈ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്ന ആ പരിപാടിക്കകത്ത് ഈ വെച്ച് കൊടുപ്പിന് എത്ര രൂപ കൊടുക്കും? അത് 4-5 കോടി രൂപയുടെ ചരക്ക് കൊടുക്കും. എന്നിട്ട് ഉത്താഹിനോ 1000 രൂപയും കൊടുക്കും. സത്യത്തിൽ എവിടുത്തെ പരിപാടി, ഏത് കോഴഞ്ചേരിയിലെ പരിപാടിയായി ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ.
വല്ല സാമാന്യ നീതിയുണ്ടോ? ഇവരോട് ആരോടെങ്കിലും വല്ല നീതിയും കാണിക്കുന്നു? ഇവരോട് വല്ല നിലപാടുമുണ്ടോ? ഇവർക്കൊരു വർക്കിംഗ് റൂൾസ് ഉണ്ടോ? ഇവർക്കൊരു വർക്കിംഗ് കണ്ടീഷൻ ഉണ്ടോ? ഒരു മിനിമം വേജസ് ആക്റ്റ് ഉണ്ടോ ഇവർക്ക്? ഒരു പള്ളിയിൽ ജോലി എടുക്കുന്ന ഒരാളിന് ഒരു മിനിമം വേജസ് ആക്ട്. എന്നിട്ട് എന്താ, എല്ലാ തൊഴിൽ ദിനവും വരുമ്പോൾ ഞങ്ങളുടെ റസൂല് പറഞ്ഞിട്ടുണ്ട്, പണി ചെയ്തിടും പാവങ്ങൾ ജോലി കഴിഞ്ഞവർ പോകുമ്പോൾ അവർക്കങ്ങ് നീട്ടിക്കൊടുക്കാൻ ഏതാണ്ട് എന്നും പറഞ്ഞ് പാട്ടുമൊക്കെയുണ്ട്, കിസ്സയുണ്ട്, ഹദീസുണ്ട്, മറ്റേതുണ്ട്, മറിച്ചേതുണ്ട്. എന്തുവാ കൊടുക്കുന്നത്? പിന്നെ പള്ളി നമ്മളാരെങ്കിലും കൊടുക്കാൻ ചെന്നാലോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിഞ്ഞാണം എഴുതി വീശി പല പരിപാടിയായിട്ട് നടക്കുന്നവർക്ക് 2000 കൊടുക്കും. എന്തിനാ? രോഗം വരാതിരിക്കാനും ഇല്ല തകിട് എഴുതാതിരിക്കാനും. എന്നിട്ട് ഇതുപോലെ നോക്കിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവന് 100 രൂപയും കൊടുക്കും. ഈ ഉസ്താദന്മാരെ മൊത്തം ഭരിക്കുന്ന ഭരണക്കാർ ഈ പള്ളി ജോലി ചെയ്യുന്ന ഉസ്താദിന് എന്തെങ്കിലും കൈമടക്ക് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞാൻ പലയിടത്തും ചോദിച്ചിട്ടുണ്ട്. തൊപ്പിയാണ് കൊടുക്കുന്ന, തൊപ്പി. വലിയ കാര്യത്തെ പൊളയുന്ന പോലെ 500 രൂപ 50 രൂപ എടുത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് യോഗ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ അങ്ങനെ സഹായിച്ചിട്ടുണ്ട് പലരെയും പല സന്ദർഭത്തിലും. ഇപ്പം ഞാനതൊന്നും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നൊരു ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരു മരണത്തിൻ്റെ കാര്യമാണ് കേൾക്കുന്നത്. ഇപ്പോൾ എല്ലാവരും എടുത്ത് വിലയിരുത്തും. ഈ മരിച്ച ഉസ്താദ് സ്വർഗത്തിലാണോ നരകത്തിലാണോ? അതിനെല്ലാവരും കിതാബുമായിട്ട് വരും, വ്യാഖ്യാനിക്കും, ബാക്കിയെല്ലാം ചെയ്യും. സത്യത്തിലുണ്ടല്ലോ, ഈ നിരപരാധിയെ വേദനിപ്പിച്ച് അയാളെ ഈ ഒരുപാട് കഥയും കുറിപ്പൊക്കെ ഉണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്ത. വസ്തുതയാണോ അല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പുള്ളി AC റൂമിൽ കിടന്നതിന് വന്ന് തെറി വിളിച്ചെന്നും മറ്റേതാണ്ടൊക്കെ ഒരു കഥയൊക്കെ കേട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. കടബാധ്യത കൊണ്ടാണെന്നറിയാം. ഈ അങ്ങേരെ ഇട്ട് ബുദ്ധിമുട്ടിച്ച് ഈ ജീവിതം മൊത്തം കണ്ടുകൊണ്ടിരുന്നവനെല്ലാം സ്നേഹത്തിൽ പോയിട്ടേ പിന്നെ പുള്ളി പോകത്തുള്ളൂ. അള്ള നീതിമാനാ. അതുകൊണ്ട് ഭയങ്കരമായ AC പള്ളി വെച്ച് നല്ല പെയിൻ്റൊക്കെ അടിച്ച് ചവിട്ടി നിൽക്കുന്ന ആ പ്രതലമെല്ലാം സ്പോഞ്ച്. ഇപ്പോൾ എങ്ങും ഒരു പുൽപ്പാ പോലും കാണാനില്ല. ആ സ്പോഞ്ചിനകത്തോട്ട് മൂക്ക് മുട്ടിയാൽ ഉടനെ അങ്ങ് അന്നനാളം വരെ പൊടി കയറും. എന്നാലും അത് മെച്ചപ്പെട്ടതാണ്. നമ്മളെല്ലാം നിൽക്കും അതിനകത്ത് നിന്ന് ഭയങ്കര സന്തോഷമായിട്ട് ഇതെല്ലാം നിൽക്കുന്നു. അവിടെ നിൽക്കുന്ന ഈ പിള്ളേരെ ഇൽമ പഠിപ്പിക്കുക. ഏതിൽമ്? കാലാകാലമായി നാളെ പരലോകത്ത് തീരാത്ത അരുവികളൊഴുകുന്ന സ്വർഗത്തിൽ ജീവിക്കുന്ന കുട്ടികളെ അറബ് പഠിപ്പിക്കുന്ന ആളിന് എത്ര രൂപയാ ശമ്പളം? എന്നാൽ ബാക്കിയൊക്കെ പഠിപ്പിക്കുന്നതിനോ, നരകത്തിൽ പോകുന്ന കണക്ക് പഠിപ്പിക്കുന്നതിന്, നരകത്തിൽ പോകുന്ന പിന്നെ ബാക്കി ഭാഷ പഠിപ്പിക്കുന്നതിന്, സയൻസ് പഠിപ്പിക്കുന്നതിന്, മലയാളം പഠിപ്പിക്കുന്നതിന്, ഇതിനെല്ലാം ഉള്ള ഫീസിൻ്റെ 10 പോലും ഇല്ല ഇവിടെ. സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ആ അവസ്ഥ. പിന്നെ ഉസ്താദായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എല്ലാ അമലുകളും ചെയ്യുന്നുണ്ട്. നാളെ ഇവിടെ കിടന്ന് നരകിച്ച് മരിച്ചാലും അവിടെ ഉയർന്ന സ്വർഗം കിട്ടും. പിന്നെന്തോ വേണം? പിന്നെ വല്ല പാടുമുണ്ടോ? പ്രിയപ്പെട്ടവരെ, പണ്ട് ഈ റാത്തീബും മൗലൂദും ഒക്കെ ഓദിച്ച് നാട്ടിൽ ഈ ആഹാരമൊക്കെ പാവത്തുങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി, മരിച്ചു പോകുമെന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വസൂരി വരുമ്പോഴും മറ്റേത് വരുമ്പോഴും ഒക്കെ റാത്തീബും മൗലൂദും ഒക്കെ വെച്ചത്. അല്ലെങ്കിൽ 10 പൈസ കയ്യിൽ നിന്ന് ഇറക്കത്തില്ല. 10 പൈസ ഇറക്കത്തില്ല. ഇതാണ് അതിൻ്റെ സ്ഥിതിവിശേഷം. എന്നാൽ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാലോ, ചാടി പിടിക്കുന്നത് കണ്ടാൽ വല്ല വ്യത്യാസമുണ്ടോ? അതുകൊണ്ട് ഈ പാവപ്പെട്ട ഉസ്താദുമാരെ അവരെ സഹായിക്കാതെ ഈ കൗമ് ഗുണം പിടിക്കില്ല. അതിൻ്റെ അടിയാണ് ഈ മോഡിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതും യോഗിയുടെ കയ്യിൽ നിന്ന് കിട്ടുന്നതും എല്ലാം അവരുടെ കണ്ണീരായിരിക്കും. കാരണം വാപ്പായമ്മായൊന്നും അങ്ങനെ മുസ്ലിം സമുദായം വേദനിപ്പിക്കുന്നില്ല. പക്ഷേ ഇവരോട്, ഇത്തരക്കാരോട് യാതൊരു നീതിയും നടത്തുന്നില്ല, ഒരു പേ സ്കെയിൽ ഉണ്ടാക്കുന്നില്ല, ഒന്നുമില്ല. ഇവരെ ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി വലിയ ജാഥ നടത്തും. ഏക സിവിൽ കോഡ് അറബിക്കടലിൽ ഇവരാണ് അതിൻ്റെ പുറകെ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ കാര്യത്തിൽ ഒരാലോചന വേണം. ഈ ഉസ്താദിന് അള്ള പുറത്തു കൊടുക്കട്ടെ, അള്ള പുറത്തു കൊടുക്കും, തർക്കമൊന്നുമില്ല. അങ്ങേര് ഇത്രയും പഠിച്ച ആൾ അത്ര നിയന്ത്രണം വിട്ട് ബോധം നഷ്ടപ്പെട്ടായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഒരു പള്ളിയിലെ പണ്ടൊരു കഥ ഞാൻ പറയുന്നത്. കുറേ കാലമായിട്ട് അങ്ങനെ ശമ്പളം കൂട്ടി ചോദിക്കുന്നു, കൊടുക്കുന്നില്ല. പൊതുയോഗത്തിൻ്റെ അന്ന് വരെ കാത്തിരുന്ന് ഫുള്ള് കമ്മിറ്റിക്കാർ വന്നതിൻ്റെ അന്ന് ഇഷായിക്ക് പുള്ളി ഇമാമായിട്ട് നിന്ന് സുജൂതി പോയിട്ട് അവസാനത്തെ അത്തഹിയാത്തിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ എഴുന്നേറ്റ് പെതുക്കെ അതിൻ്റെ മുമ്പിലത്തെ ഡോറ് തുറന്ന് അങ്ങ് പുറത്തു പോയി വടക്കേ കടയിൽ പോയിരുന്നൊരു ചായ കുടിച്ച്. എല്ലാവരും സുജൂതി കിടക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എത്തി നോക്കുന്നുണ്ട്, ഉസ്താദ് എന്തിയെന്ന്.
അപ്പോൾ ആ ചായക്കടക്കാരൻ പറഞ്ഞത്രേ, ഉസ്താദേ അവരെല്ലാം അവിടെ കിടക്കുക, ചെല്ല് അങ്ങ് പോയി മുറിച്ചു കൊടു, സലാം വീട്ടാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് അങ്ങനെ സലാമൊന്നും വീട്ടണ്ട, റഷീദും ഹസനും മമ്മൂഞ്ഞും ഒക്കെ അങ്ങ് വീട്ടിൽ അങ്ങ് എഴുന്നേറ്റ് പൊയ്ക്കോട്ടെ, എഴുന്നേറ്റ് അങ്ങ് വീട്ടിലോട്ട് പൊയ്ക്കോട്ടെ. കുറേ കാലമായി അവന്മാരെടുത്ത് ശമ്പളം കൂടുതൽ ചോദിക്കുന്നു, 10 പൈസ തന്നില്ല, അതുകൊണ്ട് എല്ലാവരും അവിടെ കിടക്കട്ടെന്ന് പറഞ്ഞ പോലെ. നീ അതുപോലെയൊക്കെ ചെയ്യേണ്ടി വരും. മയ്യത്തടക്കാൻ വല്ലവരെയും കൊണ്ട് വരുന്ന ദിവസം ഈ വലിയ പ്രമാണിയായിട്ട് അതിൻ്റെ മുമ്പിൽ വന്ന് നീ ഓളെ മുക്കാ കായ് കൊടുക്കുന്നവർ നിൽക്കുമ്പം അങ്ങോട്ടങ്ങ് ചിലപ്പം ഈ അടക്കുന്നവർ തെള്ളിയിട്ട് കളയും. അതാ സ്ഥിതി. പടച്ചോനെ ഓർത്ത് എന്തെങ്കിലും ഉത്തങ്ങൾക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഈ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും വഴിവിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചോൻ ക്ഷമിക്കട്ടെ.